എൻ്റെ പേര് സുബീന എന്നാണ്. ഞാൻ ഇരിങ്ങാലക്കുട SMBS സമാജത്തിന്റെ കീഴിലുള്ള മുക്തിസ്ഥാൻ ക്രിമിറ്റോറിയത്തിന്റെ ഓപ്പറേറ്ററാണ്. ഞാൻ 8 വർഷക്കാലമായി ക്രിമിറ്റോറിയത്തിൽ ജോലി ചെയ്തു വരുന്നു. ഈ കാലയളവിൽ ഞാൻ 7000-ത്തിനടുത്തോളം ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ പോവാനായിട്ട് പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ക്രിമിറ്റോറിയത്തിൽ ജോലിക്ക് വരുന്നത്. എന്റെ ബുദ്ധിമുട്ടിന് ഞാൻ ഈ ക്രിമിറ്റോറിയത്തിൽ ജോലിക്ക് കയറിയിട്ട് ഭയം കൊണ്ട് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു നാണക്കേടല്ലേ, അല്ലെങ്കിൽ തന്നെ സമൂഹം കളിയാക്കുന്നു. എന്ത് ചെയ്യും പെൺകുട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞെടുത്ത് പിന്നെ ഞാനിൽ നിന്ന് പിന്മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പരിഹാസം ഞാൻ നേരിടേണ്ടി വരില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ മനോധൈര്യം മുമ്പോട്ട് വെച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നതാണ്. പല രീതിയിലും മരണപ്പെട്ടിട്ട് കൊണ്ടുവരാം. ആക്സിഡന്റ് ആയിട്ടും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടും അല്ലെങ്കിൽ അസുഖം മൂലവും കുട്ടികള് അതുപോലെ. അപ്പൊ അവര് വരുമ്പോഴുള്ള അവരുടെ ഒരു വല്ലാത്തൊരവസ്ഥ അത് പല രീതിയിലും ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഇവിടെ തന്നിട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും ഇവിടെ കൊടുത്തിട്ട് വീട്ടിലേക്ക് എത്തിയാൽ മതി, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് തന്നിട്ട് പോകണവര് അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാനോ അവർ ശ്രമിക്കുന്നില്ല. തരിക പോവാ, അത്രേ ഉള്ളൂ. ചില ആൾക്കാർ അവരുടെ ഒരു വല്ലാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ വല്ലാത്തൊരു എന്നിട്ട് പറയാ അവരുടെ ഒരു വിഷമം അവരവിടെ തന്നെ പറഞ്ഞറിയിക്കാണ്. നിന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ അത് വളരെയധികം സങ്കടം വരാറുണ്ട്. എന്നാലും ഞാനത് പുറത്ത് കാണിക്കാറില്ല. ഉള്ളിലുണ്ടെങ്കിലും ആള് താമര പൊട്ടിക്കാനെ കണ്ട് പോയതാണ്. ചെമ്മണ്ട കായലിലെ കനാലിൽ എവിടെയോ ആള് ഫിക്സ് വന്നിട്ട് ചെളിയിലേക്ക് തലഭാഗം പൂണ്ട് പോയതാന്ന് തോന്നുന്നുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആണ് തോന്നണ ആ ബോഡി കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ആരോ വരാനുള്ളത് കൊണ്ട് അവരത് അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചായിരുന്നു. എന്നിട്ട് കെട്ടി പൊതിയാതെ പോലും ആ ഫ്രീസറോടുകൂടി അങ്ങനെ തന്നെയാണ് ക്രിമിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവിടെ നിന്ന് എടുത്തപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കണ്ണൊക്കെ തുറന്ന് തള്ളി പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, നാവ് പുറത്തേക്ക് കടിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ പല അവസ്ഥകളും അനുഭവങ്ങളും കടന്നു പോയിട്ടുണ്ട്. നല്ല സ്മെല്ലായിരിക്കും. കൂടെ വരുന്ന ബന്ധുക്കൾക്ക് പോലും മാറുന്നതിന്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് മാസ്ക് വെച്ചോ, അങ്ങനെ വേണ്ട. അത് പരിചയമായി. പിന്നെ അത് മാത്രല്ല എൻ്റെ ലൈഫ് ഇനി മുമ്പോട്ട് പോകുന്ന ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് മരിക്കുക അല്ലെങ്കിൽ ഞാൻ എന്തായി തീരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ എവിടെയെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും കിടന്ന് മരണപ്പെടുന്നത്. ചിലപ്പോ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ കണ്ടു കിട്ടുന്നതെങ്കിൽ എൻ്റെ ബോഡിയും അതുപോലൊരു ജീർണാവസ്ഥയിലായിട്ടുണ്ടായില്ലേ. അപ്പൊ അതും മറ്റുള്ളവരല്ലേ അനുഭവിക്കേണ്ടത്. ഞാനിപ്പോ ഇങ്ങനെ ഒരു പുണ്യം ചെയ്യുമ്പോൾ എൻ്റെ ബോഡി എടുക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്.